Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇതൊരു വെറൈറ്റി കറിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കറി വയ്ക്കാനായി 2 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ്, 1 സവാള. ഇതിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/2 ടീസ്പൂണോളം വലിയ ജീരകം, 3 ഏലക്ക, ഇനി 1/2 കപ്പോളം തേങ്ങ, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല എടുക്കണം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ആവശ്യമുണ്ട്. ഇനി പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം വലിയ ജീരകവും കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്തതും പകുതി സവാള അരിഞ്ഞതും അല്പം ഉപ്പും ഇട്ട ശേഷം തേങ്ങയും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ച ശേഷം ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. അല്പം വെള്ളം ഒഴിച്ച് മിക്സി കഴുകിയതും കൂടെ ഒരുമിച്ച് ഒഴിച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം തൊലിമാറ്റി കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടിയും ഉപ്പും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഈ എണ്ണയിലൊന്ന് റോസ്റ്റായി വരണം. അടച്ചു വെച്ച ശേഷം കുറച്ച് സമയം തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ നന്നായി റോസ്റ്റായി കിട്ടും. ഉരുളക്കിഴങ്ങ് ഇതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ അരപ്പിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയും മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം അടച്ചു വയ്ക്കണം. മസാലയൊക്കെ നന്നായി വെന്ത് ഡ്രൈ ആയി വരണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതുപോലെ ആയി കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം പകുതി സവാള ക്യൂബ്സായി കട്ട് ചെയ്ത് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാതെയാണ് കറി വയ്ക്കുന്നത്. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി, കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഈ കറിക്ക് ഇറച്ചി കറിയുടെ പോലത്തെ ടേസ്റ്റാണ്, ബട്ടർ ചിക്കൻ്റെ പോലത്തെ ക്രീമി ടേസ്റ്റാണ്. കറി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിതിൽ ഒരൽപ്പം കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട്. അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ഇത് ചപ്പാത്തി, ചോറ്, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.